ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇനി നമുക്കൊരു അടിപൊളി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. ഒരുവിധം എല്ലാവർക്കും അറിയണുണ്ടാവും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കണ രീതിയാണ് കേട്ടോ. പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ബീട്രൂട്ട് കൊണ്ട് ഒരു 10 പേർക്കൊക്കെ കഴിക്കാനുള്ള പച്ചടി ഉണ്ടാക്കാൻ പറ്റും. ഈ ബീട്രൂട്ടിൻ്റെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രേറ്റർ എടുത്തിട്ട് അതിൽ ഈ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. കഷ്ണം മുറിച്ചിട്ടിട്ട് ചെയ്താലും മതി, പക്ഷെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ബീട്രൂട്ട് എല്ലാം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടൊക്കെ മാറ്റാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ബീട്രൂട്ട് വേവാൻ ആവശ്യമായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് അവിടെ ഇരുന്ന് വേവട്ടെ. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുകും എരിവിന് ആവശ്യമായിട്ട് ഒരു 4 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ തൈരും കൂടെ വേണം. ഇപ്പം നമ്മൾ ബീട്രൂട്ട് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഈ ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുമ്പോൾ അത് പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇത് തണുക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ബീട്രൂട്ടിൻ്റെ ചൂടൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ബീട്രൂട്ട് വേവിച്ചത് മാറ്റാം. ഇനി നമുക്ക് അതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും പച്ചമുളകും കടുകും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ തൈരും കൂടെ ചേർക്കണം. നമ്മൾ ഈ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കില്ല. ഈ തൈര് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാം. ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ നേരത്തെ ബീട്രൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു 4 ഉണക്കമുളകും അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. ഇനി ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ ഈ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സദ്യ വിളമ്പണേനെ കുറച്ച് സമയം മുന്നേ മാത്രമേ ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ. നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇതിൻ്റെ കളറ് ചെറുതായിട്ട് മാറാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണിത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്താണെന്നുള്ളത് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.